കർഷക സമരഭൂമിയിൽ രാവിലെ സമാധാനപരമാണ് കാര്യങ്ങൾ. ഏതാണ്ട് 3 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇങ്ങനെ ട്രാക്ടറുകളിൽ കർഷകർ രാവിലെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. പക്ഷേ തണുപ്പിനെല്ലാം അതിജീവിച്ച് ഇന്നലെ ഇവർ ഇവിടെ താമസിക്കുന്നതാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, കർഷക പ്രതിനിധികൾ. ഫുഡ് തയ്യാറോ ഗയാ? हाँ जी, लंगर में चरा सब्जी रोटी चाय। कितने आदमी है? कहाँ पे? यहाँ पे यहाँ पे तो कोई गिनती नहीं है कितना आदमी है. ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ ട്രാക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 1ാം കർഷക പ്രക്ഷോഭ സമരത്തിൻ്റെ കാലത്ത് ഒരുപാട് ദിവസം താമസിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് തയ്യാറായി വന്ന പോലെ തന്നെ ഇവർ ഏതാണ്ട് 6 മാസത്തോളം ഡൽഹിയിൽ താമസിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഭക്ഷണം ഇവിടെ തയ്യാറാക്കി കഴിക്കുന്നു. മറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നു. താമസിക്കാൻ, തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒക്കെയുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് ഈ കർഷക പ്രതിനിധികൾ വന്നത്. എന്തായാലും രാവിലെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് സമരത്തിന് സജ്ജരാവുകയാണ്. വൈകിട്ട് 5 മണിക്ക് കർഷക പ്രതിനിധികളും ഒപ്പം കേന്ദ്രമന്ത്രിമാരും തമ്മിൽ സമരം ഒത്തുതീർപ്പാക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്നത്, എന്ത് തരത്തിലുള്ള ഒരു സാധ്യത ഉരുത്തിരിയുമെന്നത് സംബന്ധിച്ച ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച വിജയമായ കർഷകർ തിരികെ പോകും. എന്നാൽ ചർച്ച വിജയിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും ചർച്ചയ്ക്ക് പോകും. പക്ഷേ തുടർ ചർച്ചകളിൽ വിജയം കണ്ടിട്ടില്ല എന്ന അവസ്ഥയാവുകയാണ് എങ്കിൽ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കിലോമീറ്ററുകളോളം നീളത്തിൽ ശംഭു അതിർത്തിയിൽ കർഷകർ കാത്തു നിൽക്കുകയാണ് സമര വിജയത്തിനായി. ഇന്നലെയും മിനഞ്ഞാന്നുമെല്ലാം വലിയ ടിയർ ഗ്യാസ് പ്രയോഗം കർഷകർക്ക് നേരെ ഉണ്ടായിരുന്നു. ഇന്നും അതിന് സാധ്യതയുണ്ട്. അപ്പോഴും കർഷകർ സമര സജ്ജരായി സമരഭൂമിയിൽ നിൽക്കുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വൈകിട്ട് 5 മണിയത്തെ ചർച്ചയാണ് ഇനി ഈ സമരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പരിക്കേറ്റ ഏതാണ്ട് 70ഓളം കർഷകർ ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കർഷക സമരത്തിന് വലിയ പിന്തുണ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, പല സംഘടനകളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. ശംഭുവിലെ കർഷക പ്രക്ഷോഭ ഭൂമിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.